ഇന്തോനേഷ്യയിലെ ചരിത്രപ്രസിദ്ധമായ 1000 വർഷം പഴക്കമുള്ള പ്രംബനൻ ക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചതോടെ ആഗോള ശ്രദ്ധ വീണ്ടും ഈ ചരിത്ര ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയും മോദിക്കൊപ്പം ക്ഷേത്രം സന്ദർശിക്കാൻ എത്തിയിരുന്നു. ഇന്തോനേഷ്യയിൽ ആവേശമുയർത്തിയ മോദി അവിടെ നിന്ന് ലോകവൻശക്തിയായ ഓസ്ട്രേലിയക്കായിരുന്നു തിരിച്ചത്. പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന മെൽബൺ മീറ്റ് മഹാസമ്മേളനത്തിൽ പങ്കെടുക്കും. സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞതിനാൽ രജിസ്ട്രേഷൻ നിർത്തിവെച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ ആവേശ തരംഗമുയർത്തുകയാണ് മോദി. അതേസമയം മോദിയുടെ ക്ഷേത്ര സന്ദർശനം ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. യോഗ്യകാർത്തയിൽ നിന്ന് പ്രംബനൻ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയുടെ ആകാശ ദൃശ്യങ്ങൾ ഇന്തോനേഷ്യൻ പ്രസിഡന്റിനോടൊപ്പമുള്ള ദൃശ്യങ്ങളും മോദി തന്റെ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ഗംഭീരമായ പ്രംബനൻ ക്ഷേത്രം എന്ന അടിക്കുറിപ്പോടെയാണ് മോദി ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിനും ഇന്തോ പസഫിക് മേഖലയിലെ തന്ത്രപ്രധാന ഇടപെടലുകൾക്കും കരുത്തു പകരുന്നതിനായി പ്രബോവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്താനാണ് മോദി ഇന്തോനേഷ്യയിൽ എത്തിച്ചേർന്നത്. പ്രംബനൻ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി ഇന്തോനേഷ്യയ്ക്കൊപ്പം ഇന്ത്യയും കൈകോർക്കുന്നുണ്ട്. മോദിയുടെ സന്ദർശനത്തോടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും സുപ്രധാന നാഴികക്കല്ലായിരുന്നു ഇത്. ജാവ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമാണ്. ഏകദേശം 40 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പുരാതന സമുച്ചയം തുടക്കത്തിൽ 240 ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു. 9ാം നൂറ്റാണ്ടിൽ ഹിന്ദു മാതരം രാജ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ സഞ്ജയ രാജവംശമാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് എന്നീ ഹിന്ദു മൂർത്തികൾക്കായി സമർപ്പിച്ചിരുന്നതായിരുന്നു ഈ ക്ഷേത്രം. പുറം ഭിത്തികളിൽ രാമായണത്തിലെയും മറ്റ് പ്രധാന ഹിന്ദു ഇതിഹാസങ്ങളിലെയും ആഖ്യാന പരമ്പരകളെയും ചിത്രീകരിക്കുന്നതായിരുന്നു ഇതിലെ കൊത്തുപണികൾ. 10ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം ഉപേക്ഷിക്കപ്പെടുകയുണ്ടായി. പിന്നീട് 19ാം നൂറ്റാണ്ടിൽ ക്ഷേത്രം വീണ്ടും കണ്ടെത്തുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് 1991 ഇത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി അംഗീകരിക്കപ്പെട്ടു. മോദിയുടെ സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും. 2025 ജനുവരിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ ഇന്ത്യയിൽ എത്തിയിരുന്നു. ഇതിനുശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ ഉഭയകക്ഷി സന്ദർശനമായിരുന്നു നടന്നത്. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ കാഴ്ചപ്പാട്, സ്വാതന്ത്ര്യവും തുറന്നതുമായ ഇന്തോ പസഫിക് മേഖല എന്നിവയ്ക്ക് ഈ സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്ന് യാത്ര തിരിക്കുന്നതിന് മുമ്പ് മോദി വ്യക്തമാക്കിയിരുന്നു. ഇന്തോനേഷ്യയിൽ സന്ദർശിച്ച ശേഷം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിന്റെ ക്ഷണപ്രകാരം അദ്ദേഹം മെൽബണിലേക്ക് എത്തിയിരുന്നു. തുടർന്ന് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സിന്റെ ക്ഷണപ്രകാരം ഓക്സ്ലാൻഡിൽ സന്ദർശിച്ച ശേഷമാണ് മോദി ഇന്ത്യയിലേക്ക് മടങ്ങുക. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.